അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഉള്ളിവടയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 3 മീഡിയം സൈസ് സവാളയാണ്. അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുവാണ്. കട്ട് ചെയ്യുമ്പം അത്യാവശ്യം കനം കുറച്ച് അരിയാൻ ശ്രദ്ധിക്കുക. കനം ഒത്തിരി ആയി പോകരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സവാളയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊറി വരാൻ വേണ്ടിയിട്ടാണ്. സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ചെറുതായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തു. ഇനി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോഴേക്കും നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നമ്മുടെ സവാള കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് വരും. അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ അതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. ഉള്ളിവടയുടെ ഇടയ്ക്ക് പെരിഞ്ജീരകം കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഞാനിതിലേക്ക് നമ്മുടെ ഉള്ളിവടയ്ക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവുണ്ടാകില്ല, നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് യോജിച്ച് വന്നോട്ടെ. അപ്പം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ കുറച്ച് മൈദയും ചേർത്ത് കൊടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ലെങ്കിൽ മൈദ മാത്രം ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളെടുത്ത സവാളയുടെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ ചേർക്കണ മൈദയിലും കടലമാവിലും വ്യത്യാസം വരും. ഒരിക്കലും സവാളയ്ക്കഴിഞ്ഞും കൂടുതലായിരിക്കരുത് നമ്മുടെ മൈദയും അതേപോലെ തന്നെ കടലമാവും. സവാളയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഒരു ബൈൻഡിങ് ഏജൻറ്റായിട്ട് മാത്രം മൈദയും കടലമാവും യൂസ് ചെയ്താൽ മതി. ഞാൻ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ലാസ്റ്റ് പറയാം എന്തോരം എടുത്തെന്ന്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൈദ. നമ്മൾ വേറെ പ്രത്യേകം ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. സവാളയിൽ നിന്ന് തന്നെ ഓൾറെഡി അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി ഡ്രൈ ആയെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പം ഞാനൊരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് മൈദയും അതേപോലെ തന്നെ സവാളയും. ഞാൻ ഇതിലേക്ക് കുറച്ച് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം അതാ നന്നായിട്ട് മിക്സ് ചെയ്തു. കടലമാവും മൈദമാവും നമ്മുടെ സവാളയായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പല്ലേ ഇട്ടത്, കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറവുണ്ട്. ഇപ്പം ദാ എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നു. ഇനി നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. ഇപ്പം ദാ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായപ്പം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. പിന്നെ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം സവാള ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് സവാള ഷേപ്പ് ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പക്ഷേ ഒത്തിരി വലിപ്പം ആകണ്ട. അപ്പോൾ ആകമൊക്കെ വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. കുറച്ച് ഭാഗം എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കുക. എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഇട്ടത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം റെഡി ആയിട്ടുണ്ട്. തീ ഒത്തിരി കുറയ്ക്കുകയും ചെയ്യരുത്. ഒത്തിരി കുറച്ചാൽ എണ്ണ നിറയെ കുടിക്കും നമ്മുടെ വട. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തിരിച്ച് മറിച്ച് വിട്ട് നല്ല ക്രിസ്പി ആകണ വരെ വറുത്തെടുക്കുക. ഇതാ നമ്മുടെ ഉള്ളിവട അത്യാവശ്യം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇട്ടത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത ബാച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അടുത്ത ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട. 4 മണി ചായയുടെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഉള്ളിവട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.